ഗുഡ് ആഫ്റ്റർനൂൺ വൺ ആൻഡ് ഓൾ. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഈ വേദിയിൽ ഒന്ന് നിൽക്കാൻ പറ്റിയതിൽ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാനിഫെസ്റ്റേഷൻ വർക്കൗട്ടായൊരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 2021 സത്യത്തിൽ ആദ്യമായിട്ട് ടെഡെക്സ് എന്നുള്ള വാക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. കാരണം എൻ്റെ ഒരു സ്വന്തം സ്ഥലം എന്നൊക്കെ പറയുന്നത് തിരുവനന്തപുരമാണ്. സോ അവിടെ വന്ന് അവിടുത്തെ ഒരു ഗ്രാമപ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ താമസിച്ച് വളർന്ന് വന്നിട്ട് പിന്നെ കോഴിക്കോടേക്ക് വരുന്ന സമയത്താണ് ഈ ഇങ്ങനെയുള്ള ഒരു ഓൺടർപ്രണർഷിപ്പ്, അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് വരുന്നതും. ആൻഡ് ആ ഒരു ബേസിലാണ് ഈ പറഞ്ഞ ടെഡെക്സ് എന്നുള്ള വാക്ക് കേൾക്കുന്നതും. ആൻഡ് അതിൽ സ്പീക്ക് ചെയ്ത് 1-2 ആൾക്കാരെ കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. പിന്നെ അതിൽ നിന്ന് തന്നൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. സോ അന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എനിക്കും ഇതേപോലെ എന്ത് ചെയ്യണം, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ടെഡെക്സ് പോലത്തെ ഒരു പ്രോഗ്രാമിലൊക്കെ പോയി സ്പീക്കറൊക്കെ ആവണമെന്ന് പറഞ്ഞിട്ട്. ആൻഡ് യെസ്, ഒരു 15 days മുന്നെയാണ് എനിക്ക് ഇതിൻ്റെ ഒരു കോൾ വരുന്നത്. ആൻഡ് ഐ വാസ് ലൈക്ക് യെസ്, ആ ഒരു സാധനം കൂടി അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷത്തിലാണുള്ളത്. ആൻഡ് യെസ്, ഞാൻ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് എൻ്റെ ഒരു ജേർണി ആൻഡ് സംതിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗപ്പെടുന്ന 1-2 കാര്യങ്ങൾ പറയാമെന്നുള്ള നിലയ്ക്കാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പേര് വന്നിട്ട് മുഹമ്മദ് കൈഫ്. ട്രിവാൻഡ്രം ആണ് സ്വന്തം സ്ഥലം. നിലവിൽ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. കാലിക്കറ്റ് ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. സോ ഇവിടേക്ക് എത്തിപ്പെടാനായിട്ടൊരു കാരണം ഉണ്ടാവും. സോ ഇങ്ങനൊരു ടെഡെക്സ് പോലൊരു ഷോയിൽ വന്ന് സംസാരിക്കാനായിട്ട് എന്തോ ഒരു സംതിങ് റീസൺ ഉണ്ടാവുമല്ലോ. ആ ഒരു റീസൺ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ലൈക്ക് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. സോ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസിലി അത് അച്ചീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു തലത്തിലേക്ക് നമുക്ക് ആ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വൈ ഷുഡ് വി ഹാവ് ടു മേക്ക് മോർ മണി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മോർ മണി എന്നുള്ള സാധനം നമ്മളൊക്കെ പണ്ട് തൊട്ടേ കേട്ടെന്ന് കുറേ ആൾക്കാർക്ക് അത് അധികം ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതൊരു തെറ്റായ ധാരണയായിട്ട് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? മണി മേക്കിംഗ് അല്ലെങ്കിൽ മണി കാൺ ബൈ ഹാപ്പിനെസ്, അതിനോട് താല്പര്യമുള്ള ആൾക്കാരുണ്ടോ? മണി കാൺ ബൈ ഹാപ്പിനെസ് ആണെന്നുള്ളതിലോട്ട് ഉണ്ടോ? മണി ക്യാൻ ബൈ ഹാപ്പിനെസ് ആണല്ലേ? അല്ലേ? അല്ല, ഉച്ചയ്ക്ക് ശേഷം ഫുഡ് കഴിച്ച് ഉറങ്ങി ഞങ്ങൾ ഇല്ല, കുറച്ച് ഓഫായി പോയെന്നാ. ഓക്കെ, സോ മണി ക്യാൻ ബൈ ഹാപ്പിനെസ് ആണല്ലേ? അത് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ റീസെൻറ്റ് ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ ഇന്നലെ നമ്മൾ CJ റോയ് അദ്ദേഹം എന്ത് ചെയ്തു, സൂയിസൈഡ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു കോൺവെർസേഷൻ നമ്മൾ ഈ പറഞ്ഞ വോളണ്ടിയേഴ്സായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് പിന്നെ അവരിങ്ങനെ ഒരാൾ ചോദിച്ചു, അപ്പോൾ ഈ CJ റോയ് കുറേ പൈസയൊക്കെ ഉണ്ടായിരുന്ന ആളല്ലേ, അയാൾ ആത്മഹത്യ ചെയ്തല്ലോ എന്നുള്ളത്. അതിൻ്റെ ഒരു സംഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പോഡ്കാസ്റ്റിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ ബക്കറ്റ് ലിസ്റ്റും കഴിഞ്ഞ് ഡ്രം ലിസ്റ്റും കഴിഞ്ഞിട്ടാണ് ഉള്ളത്. ആൻഡ് ഓരോ ദിവസവും ഞാൻ ആ നിലയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടോ. എല്ലാ ദിവസവും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, എൻ്റെ ബിസിനസ് ആയിക്കോട്ടെ, എല്ലാം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ജീവിച്ചു പോകണമെന്ന് പറയുന്നു. സോ അപ്പം ഞാൻ ചോദിക്കണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എൻ്റെ മൈൻഡിൽ തോന്നി കുറച്ച് ഒരു 2-3 year ബാക്ക് എൻ്റെ മനസ്സിൽ വന്ന സംഭവം ഇതാണ്. ഞാനും ഈ ആവറേജ് ആയി പോയി കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങളെ പേരെന്താ? അലൻ. അലന് ഇപ്പോൾ എത്ര വയസ്സായിട്ടുണ്ടാവും? 20. അലനും ഞാനും സെയിം ഏജിലുള്ള ആളാണ്. ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് ആ ഒരു മെയിൻ പോയിന്റിലോട്ട് എത്താം. ഓക്കെ, അലനുണ്ട്, കൈഫുണ്ട്. കൈഫും അലനും ഒരേ കോളേജിലാണ് പഠിക്കുന്നത്. പിന്നെ ഇതേപോലെ ഒരു 20 വയസ്സൊക്കെ ആയി എന്ന് കൂട്ടിക്കൊള്ളൻ. ആ ഒരു ടൈമിൽ അലനെ സംബന്ധിച്ചിടത്തോളം എനിക്കിങ്ങനെ ഒരു ആവറേജ് ആയിട്ട് പോയാൽ പോരാ, സംതിങ് എന്തെങ്കിലുമൊക്കെ മേക്ക് ചെയ്യണം, ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യണം. ഐ വാണ്ട് ടു മേക്ക് മോർ മണി. ആ മണി വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, എനിക്ക് എല്ലാ എബിലിറ്റി ടു സേ നോ, എബിലിറ്റി ടു സേ യെസ്, എബിലിറ്റി ടു ചൂസ്, എബിലിറ്റി ടു പ്രൊവൈഡ്. ഈ ഒരു സിറ്റുവേഷനിലേക്ക് എനിക്ക് എത്തിപ്പെടണം. അതിന് എനിക്ക് എന്ത് വേണം അല്ലേ? മണി വേണ്ടേ? എല്ലാ പ്രോബ്ലത്തിൻ്റെയും ലാസ്റ്റ് ഘട്ടം നിങ്ങൾ നോക്കി നോക്കുക, എതിരെ എത്തി നിൽക്കുക മണി എന്നുള്ളൊരു പർപ്പസിലല്ലേ? അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല? സേ യെസ് ഓർ നോ? യെസ് അല്ലേ? മണിയിലാണ് എന്ത് ചെയ്യുന്നത്, ലാസ്റ്റ് പോയി നിൽക്കുന്നത്. സോ ഈ നിലയ്ക്ക് അലൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് ഒന്ന് സെറ്റിൽ ആവണം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഉദ്ദേശിക്കുന്ന പോലെ ഒരു മണി മേക്ക് ചെയ്തിട്ട് ആ നിലയ്ക്ക് എനിക്കൊന്ന് ഫ്രീ ബാഡായിട്ട് നടക്കാൻ പറ്റണം, അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഞാനൊന്ന് സെക്യൂർ ആവണം എന്നുള്ളത് അലൻ്റെ മനസ്സിലുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ ഒരു ആവറേജ് പേഴ്സണാണ് കൈഫ്. കൈഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളോ ഗോളോ അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോവുക,
പിന്നെ ആ കോളേജിൽ പഠിക്കുമ്പോൾ ആ ഒരു റഷ് ഉണ്ടാവുമല്ലോ, ബൈക്ക് എടുക്കുക, പോവുക, കലിപ്പൻ്റെ കാന്താരി പരിപാടി, ഈ ഒരു സാധനം കളിച്ച് പോവുക എന്നുള്ളതാണ് കൈഫിൻ്റെ മനസ്സിൽ. കുറച്ച് ദിവസം കഴിഞ്ഞു, അലനൊരു 25 ഇയർക്ക് ആയി. കൈഫിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, സപ്ലി കുറേ ഉണ്ടാവും, പിന്നെ പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നുമില്ല, നാട്ടുകാർ എന്തൊക്കെയോ പറയുന്നു, ഇങ്ങനെ കളിച്ച് തിരിച്ച് നടക്കുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ആയാൽ തന്നെ ചിലപ്പോൾ ഒരു 10,000-20,000 രൂപയ്ക്കുള്ളൊരു സാലറി ഉള്ള ജോലിയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ. നിലവിലെ സിറ്റുവേഷൻ വെച്ചിട്ട് ഒരു 20,000 25,000 എന്തെങ്കിലും ജോലി കിട്ടിയിട്ടുണ്ടാവും. അത് ഇയാളെ സംബന്ധിച്ചിടത്തോളം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? പെട്ടെന്ന് തീർന്നോണ കൈൻഡ് ഓഫ് സാധനമായിരിക്കും. ആ സമയത്ത് ഒരു ബൈക്ക് എടുത്തിട്ടുണ്ടാവും, ഐഫോൺ വാങ്ങിയിട്ടുണ്ടാവും, അതിൽ തന്നെ EMI അടച്ചിട്ട് എന്ത് ചെയ്തു, ആ പൈസ തീർന്നിട്ടുണ്ടാവണം. സോ ഇത് നിലവിൽ നമ്മൾ കണ്ടുവരുന്നൊരു സിനാരിയോ അല്ലേ, ആണോ അല്ലേ? സേസറിനോ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ എന്തെങ്കിലും എൻഗേജ് ആയിട്ട് സംസാരിക്കാൻ വിചാരിക്കുന്നത്. സോ ആ നിലയ്ക്കാണ് നമ്മളൊരു സിനാരിയോ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കൈഫിൻ്റെ സിറ്റുവേഷൻ അതാണെന്ന് കൂട്ടി. സെയിം ടൈം ഈ പറഞ്ഞ പോലെ കൈഫിനും വലിയ താല്പര്യമൊന്നുമില്ല, പൈസയൊക്കെ എന്തിനാ, എൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നു പോകുന്നുണ്ടല്ലോ, ഇതൊക്കെ മതി എന്നുള്ള നിലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേർക്കും അങ്ങനെയൊന്നും വരാതിരിക്കണം, ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് പറയാം. രണ്ടുപേരുടെയും വീട്ടിൽ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് കോൾ വരാണ്, രണ്ടുപേർക്കും കോൾ വരുന്നുണ്ട്. പിന്നെ അലൻ്റെ ഫാദർ കുറച്ച് സീരിയസ് ആണ്, ഹോസ്പിറ്റൽ കേസാണ്, പിന്നെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണം, കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു സർജറി വേണം, 10 lakhs ആവും, എന്താണ് സർജറി കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. സെയിം ടൈം എനിക്കും കോൾ വരുന്നു, ഇതേ സിനാരിയോ. എൻ്റെ ഫാദറിനും എന്ത് പറ്റുന്നു, ഈ സിറ്റുവേഷൻ വരുന്നു. ഇവിടെ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉദ്ദേശിക്കണ ഒറ്റ കാര്യം, നമ്മൾ കുറേ പൈസ ഉണ്ടാക്കി കളിക്കണം എന്നുള്ള ചേട്ടാ, മറിച്ച് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും, നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് വരുന്നതായിട്ടൊന്ന് ആലോചിച്ച് നോക്കാം, എന്തായിരിക്കും അവസ്ഥ? ഇവിടെ അലൻ എന്ത് ചെയ്യും? അലൻ ഈ പറഞ്ഞ പോലെ 19-20 വയസ്സായപ്പോഴേ എന്തൊക്കെയോ ചെയ്തതിൻ്റെ പേരിൽ അലൻ്റെ കയ്യിൽ കുറേ സേവിങ്സ് ഇല്ലാന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് അസറ്റ്സ് എന്തെങ്കിലും ഉണ്ടാവും. അയാൾ എന്തൊക്കെയോ ചെയ്തു എന്നുള്ള നിലയ്ക്ക് അയാൾ സംതിങ് ക്രിയേറ്റ് എന്തെങ്കിലും ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ സെല്ല് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിനു വേണ്ടി കിടന്ന ഓടിൻ്റെ പേരുള്ള കണക്ഷൻസ് ഉണ്ടാവും. ഇത് വെച്ചിട്ട് അലൻ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ഫാദറിൻ്റെ ഈ പ്രശ്നത്തിന് സോൾവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യും. ചെയ്യാൻ പറ്റൂലേ? അത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റില്ലേ? യെസ്. കൈഫിൻ്റെ എക്സ്പീരിയൻസ് എന്താ? കുറേ അടിച്ചു പൊളിച്ച് നടന്നതും കറങ്ങി നടന്നതും. അപ്പോൾ കൈഫ് കിടന്ന് ഓടായിരിക്കും. ആരുടെ അടുത്തൊക്കെ പോവും? റിലേറ്റീവ്സിൻ്റെ അടുത്ത് പോകും. അയ്യോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എൻ്റെ ഫാദർ ഇതാണ് ഇങ്ങനെ. അപ്പോൾ അവരൊക്കെ എന്താ പറയുക, ഇത്രയും വളർന്നു, എന്താ മറ്റേ പറയില്ലേ, പോത്ത് പോലെ വളർന്നിട്ട് ഇവനിക്ക് എന്താ ചെയ്യാൻ പറ്റിയില്ല, ഇത്രയും കാലമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക, ആ ഫാദറിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പാരൻസിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്നെ കൊണ്ട് പറ്റിയില്ല, ആൾക്കാർ കുറ്റം പറയും. സെയിം ടൈം ആ ആളുടെ മദർ, അവരുടെ ഉമ്മ അല്ലെങ്കിൽ അമ്മ എന്തായിരിക്കും ആലോചിക്കണ്ടാവുക? ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തി അല്ലേ, എന്താ ടൈം ടേബിളിന് പൈസ, മറ്റതിന് പൈസ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വളർത്തിയ മോന് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് അവനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ നിലയ്ക്ക് നമ്മൾ വന്ന ഒരാളാണെങ്കിൽ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഹെൽപ്ലെസ്. ഇനി ഇതൊക്കെ പോട്ടെ, ആ പേഴ്സൺ കൈഫിൻ്റെ ഒരു സിറ്റുവേഷൻ ആലോചിക്കുക, അപ്പോൾ എനിക്ക് ബോധം വരും. ആ പ്രായത്തിൽ ആ സിറ്റുവേഷനിൽ ഇവനക്ക് എന്ത് വരും? ബോധം വരും. ശരിയാണ്, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, ഇന്നത്തെ ഈ സിറ്റുവേഷൻ എനിക്ക് മറികടക്കാമായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ കുടുങ്ങൂലേ? ഇൻ ടേംസ് ഓഫ് നമ്മൾ ആ നിലയ്ക്ക് ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇല്ലേ? സോ ഞാൻ പറഞ്ഞോന്ന് അത്രേ ഉള്ളൂ. ആ നിലയ്ക്ക് ഈ ഒരു സിറ്റുവേഷനും സിനാരിയോ ഒക്കെ മനസ്സിലായത് കൊണ്ട് ബിസിനസ് എന്നുള്ള ഫീൽഡിലേക്ക് ഇറങ്ങിയ ഒരാളാണ് ഞാൻ. ഫൈനാൻഷ്യലി ഫ്രീ ആവണം, 25-ാമത്തെ വയസ്സിന് മുന്നേ ഞാൻ എന്ത് ചെയ്യണം, ഫുള്ളി സെറ്റിലായിരിക്കണം എന്നുള്ള നിലയ്ക്ക്. അന്ന് ഞാൻ ആ ഒരു ഇനീഷ്യൽ ടൈമിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ലിറ്ററലി സീറോ എന്ന് പറയാം, സീറോ അല്ല മൈനസ് എന്ന് വേണമെങ്കിൽ പറയാം. +2 കഴിഞ്ഞു, ദെൻ പിന്നെ കാലിക്കറ്റാണ് ഉള്ളത്, അവിടെ നിന്നൊരു 6-7 മാസം ഒരു ലീഗൽ ഫേമിൽ വർക്ക് ചെയ്തു. അവിടെ നിന്നിട്ടാണ് പിന്നെ എന്ത് ചെയ്യണത്, ഇങ്ങനെ പോയാൽ ഈ പറഞ്ഞ പോലെ ആവറേജ് ഗെയിം കളിക്കേണ്ടി വരും. എനിക്ക് അന്ന് 18,000 രൂപ സാലറി ഉണ്ടായിരുന്നത്. അപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, 10,000 രൂപയ്ക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. 8,000 രൂപയുടെ മാക്സിമം എക്സ്പെൻസ് കുറച്ചിട്ട് 10,000 രൂപ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ബട്ട് എനിക്ക് ഒരു കൊല്ലം ഞാൻ സേവ് ചെയ്താൽ എത്ര രൂപ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ? ജസ്റ്റ് 1 lakh അല്ലേ, അല്ലെങ്കിൽ 1,20,000 ആയിരിക്കും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുക, സേവ് ചെയ്ത് പിടിക്കാൻ പറ്റുക. സോ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഇങ്ങനെ അല്ല, നമുക്ക് പെർ ഡേ വേണമെന്നുണ്ടെങ്കിൽ 1 lakh rupees എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റും. സീരിയസ്ലി ഞാൻ ഇപ്പോൾ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഏൺ ചെയ്ത ഒരാളാണ്. നൗ തുടങ്ങിയ സമയത്ത് ലിറ്ററലി സീറോ. ഞാൻ ഇവിടെ നിന്ന് ചെന്നൈക്ക് പോകുന്നു, കുറേ കാലം ചെന്നൈയിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. ആൻഡ് അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് പറഞ്ഞാൽ ഒരു 1 year 1.5 year ബാക്ക്. പിന്നെ ഒരു ദിവസത്തെ ഭക്ഷണത്തിനൊക്കെ എന്ത് ചെയ്യണമെന്ന് പറയും. നിങ്ങൾ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 8 month 10 month ഒക്കെ ബാക്ക് പോയി കഴിഞ്ഞാൽ പക്ക ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഡെയിലി 50 രൂപ ഉണ്ടാവുള്ളൂ. ഈ 50 രൂപയിൽ എന്ത് ചെയ്യണം, ഫുഡ് കഴിച്ച് തീർക്കണം. അതിന് മുകളിൽ സ്പെൻഡ് ചെയ്താൽ എന്ത് ചെയ്യൂല, ഞാൻ പിന്നും കടക്കാരനാവും.
ഈ പൈസയൊക്കെ എവിടെ നിന്ന് വാങ്ങണം ജീവിക്കാനുള്ള? അന്ന് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ആ സർക്കിളിലായതുകൊണ്ട്, ലൂപ്പിലായതുകൊണ്ട് പാരൻസ് സപ്പോർട്ടീവ് ആയിരിക്കുമോ? ഇല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയും പഠിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ നിലയ്ക്ക് പോകാന്നുള്ളതാണ്. അവരും അത്രയും ബോധേഡായിരിക്കില്ല. അത് നമ്മളെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. അപ്പം ഞാൻ ആ സിസ്റ്റം ബ്രേക്ക് ചെയ്യാൻ പറ്റിയതിൻ്റെ പേരിൽ എനിക്ക് അവിടെ പോകാൻ പറ്റി. ആൻഡ് ആ ഒരു 4-5 മാസം നോ കണക്ഷൻസ് വിത്ത് എനിവൺ, ഒരാളടുത്തും കണക്ഷൻ ഇല്ല. പിന്നെ ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ ഞാൻ വിളിക്കുന്നതിനായിരിക്കും, എൻ്റെ കണക്ഷനിലുള്ള ആൾക്കാരൊക്കെ വിളിക്കുന്ന പൈസയ്ക്കായിരിക്കും. 5000 രൂപ, 10000 രൂപ. എന്നിട്ട് ഈ 10000 വാങ്ങി ഇവിടെ 5000 കൊടുക്കും. ഇവരുടെ അടുത്ത് 5 ദിവസം പറഞ്ഞ അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ കിടന്ന് കളിച്ച് ചിരിച്ച് എന്താ പറയുക, ചെന്നൈ, ബാംഗ്ലൂരു, ഗുജറാത്ത്, എറണാകുളം, ഞാനൊരു 3.5 മാസം എറണാകുളത്ത് കളമശ്ശേരിയിലൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കിടന്ന് റൗണ്ടിങ് ആയിരുന്നു. ആൻഡ് ഫൈനലി കഴിഞ്ഞ ജാനുവരി ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേക്കും സീസിപ്പ് എന്നുള്ള ബ്രാൻഡ് അത്യാവശ്യം ഞാൻ കുറേ കാലം കഷ്ടപ്പെട്ടു, കുറച്ചൊന്ന് മുകളിലോട്ട് എത്തിക്കാൻ പറ്റി. ദെൻ ബേക്സി, അതേപോലെ തന്നെ സീച്ചായ് കഫേ, ഇപ്പോൾ ഓൾമോസ്റ്റ് 5-6ാമത്തെ ബ്രാൻഡ് ഇപ്പോൾ ഓപ്പൺ ആവുന്നുണ്ട്. ആൻഡ് ഇതിനൊക്കെ തുടക്കത്തിന് മുന്നേ പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഭയങ്കര ഹാപ്പിയാണ്. കാരണം അതിൻ്റെ ഇത് ഞാൻ എന്നെ ഇതാക്കി പറഞ്ഞല്ലേടാ, നിങ്ങൾക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവണമെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള നിലയ്ക്ക് പറയാണ്. എൻ്റെ അനിയത്തി ഇപ്പോൾ ഹോസ്റ്റലിൽ പഠിക്കുന്നുണ്ട്. അവളെ കാണാൻ പോകുമ്പോഴത്തേക്കും എനിക്ക് ഈസിലി അവളെ പുറത്ത് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഷോപ്പിലൊക്കെ പോയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രീമിയം ഇതിലൊക്കെ പോയിട്ട്, എന്താ വേണ്ട നിനക്ക് മൈക്കോ, എന്താണോ നിനക്ക് ആവശ്യം മൈക്കോ. സെയിം ടൈം ഉമ്മ ഉപ്പ ഇവരെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത്, ബാഗ് എടുക്കണം എന്ന് പറഞ്ഞു. റീസെൻ്റ്ലി നടന്ന സംഭവം. വേണ്ട അത്രയും പൈസ എന്തിനാ, ജസ്റ്റ് ബൈ ഇറ്റ്. ഈ നിലയ്ക്ക് നമ്മൾ പ്രൗഡല്ലേ പറയാനായിട്ട്? ഞാൻ ഭയങ്കര പ്രൗഡാ. നിങ്ങൾ അങ്ങനെ പറയാൻ പറ്റിയിട്ട് നിങ്ങൾ പ്രൗഡായിരിക്കും അല്ലേ? ആണോ അല്ലേ? കുറച്ചും കൂടെ ഒച്ചത്തിൽ പറയേ. യെസ്. സോ അങ്ങനെ ആവാൻ നമുക്കൊരു പണിയും വേണ്ട. നിങ്ങൾ ബിസിനസ്സുകാരനായാൽ മാത്രമേ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? നെവർ എവർ. ഞാൻ അതിന് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാനും ജോലി ചെയ്യുന്നുണ്ട്. സീരിയസ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഞാൻ ഫൗണ്ടർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് എല്ലിസ്റ്റോ ബിവറേജസ് എന്ന്. സോ അതെൻ്റെ സ്കില്ല് വെച്ചിട്ട് ഞാൻ കയറിയൊരു സ്ഥലമാണത്. എല്ലിസ്റ്റോ ബിവറേജസിൻ്റെ CEO ആയിട്ട് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു എമൗണ്ട് സാലറി എടുക്കുന്നുണ്ട്. അതെങ്ങനെ എനിക്ക് കിട്ടി? എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ട് കിട്ടിയതല്ല, മറിച്ച് ഞാൻ ചെയ്ത അല്ലെങ്കിൽ ഞാൻ വന്ന വഴി വെച്ചിട്ട് എനിക്ക് കിട്ടിയ സ്കില്ല് വെച്ചിട്ട് ഞാൻ ഒപ്പിച്ചതാണ്. സോ നിങ്ങൾക്കും ആ നിലയ്ക്കും എന്ത് ചെയ്യാൻ പറ്റും? കുറേ കമ്പനീസ് ഭയങ്കരമായിട്ട് റെഡിയാണ്. എത്ര സാലറി വേണമെങ്കിലും നിങ്ങളെ കാര്യങ്ങൾ മൊത്തം, നിങ്ങൾക്ക് ഫ്ലാറ്റ് വേണോ, വീട് വേണോ, ഫോൺ, എല്ലാം തന്ന് നിങ്ങളെ എടുക്കാൻ കമ്പനീസ് റെഡിയാണ്. $1 ബില്യൺ കമ്പനീസ് ഇവിടെ ഉണ്ട്. സോ നിങ്ങൾ ആ നിലയ്ക്ക് പഠിച്ച് ഒരു ഇതിലൊക്കെ ആവണം, അല്ലെങ്കിൽ ആ നിലയ്ക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്കില്ല് ബിൽഡ് ചെയ്യാൻ നോക്കി. ഇനി അതല്ല സ്വന്തമായിട്ടൊരു സ്ഥാപനം അല്ലാന്നുണ്ടെങ്കിൽ ആ നിലയ്ക്ക് ഒരു വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ചെയ്യും. ഇപ്പം നമുക്ക് കളിക്കണം, ചിരിക്കണം, ഓഫ് കോഴ്സ് എല്ലാത്തിനും നമുക്ക് ടൈം വേണം. പ്ലസ് ഈ പറഞ്ഞ പോലെ കുറച്ചൊന്നും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നാളൊരു സമയത്തേക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ്ലി നമുക്ക് മാറാൻ പറ്റും. സീരിയസ്ലി ഈ പൈസക്കാർക്കും ടെൻഷൻ ഉണ്ടെന്നൊക്കെ പറയില്ലേ, സത്യം പറഞ്ഞ വെറുതെയാണ്. സത്യമായിട്ട് ഞാൻ പറയുന്നത് വെറുതെയാണ്. ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് വരും. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇത്ര ഇതായിട്ട് എനിക്ക് സംസാരിക്കണം, ഞാൻ പറഞ്ഞുതരാം, എൻ്റെ ബാക്കപ്പിലുള്ള ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം ഇതിനു മുന്നേ ഞാൻ സ്റ്റേജുകളിൽ സംസാരിച്ചിട്ടുണ്ട്. ആ തുടങ്ങിയ സമയത്തൊക്കെ അന്നൊന്നും എനിക്ക് പേടിയാണ്. എന്താ, കടം വാങ്ങിയ ആൾക്കാരുണ്ടാവും, കടം കൊടുക്കാനുള്ള ആൾക്കാരുണ്ടാവും. ഇന്നിപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്നറിയോ? ഇതും നിങ്ങൾ ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കേണ്ടത്, അല്ല ഞാൻ എൻ്റെ പൊങ്ങി പറയല്ല. ഞാനൊരു എമൗണ്ട് ഓഫ് സാധനം മാറ്റി വെച്ചിട്ടുണ്ട്, ഫണ്ട്. അത് റൊട്ടേഷന് വേണ്ടി മാത്രമാണ്. എൻ്റെ ഫ്രണ്ട്സിന്, എൻ്റെ ഫാമിലിക്ക്, എന്നെ അന്ന് ഹെൽപ്പ് ചെയ്ത ആൾക്കാർക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള പൈസ ആയിട്ട് എന്ത് ചെയ്യുന്നു, മാറ്റി വയ്ക്കുന്നു. സോ ഇത് നേരെ നിങ്ങളിലേക്കൊന്ന് ചിന്തിച്ചു വെക്കാം. ഞാൻ അത്രേ പറയണുള്ളൂ. നിങ്ങളാണ് ഈ പൊസിഷനിൽ നിന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട്. അത് എന്താ പറയുക, വേറെ ഒരിടത്തുനിന്നും കിട്ടാത്ത ആ ഒരു നമുക്കൊരു സമാധാനമുണ്ട്, നമുക്കൊരു സന്തോഷമുണ്ട്. എവിടെ പോയാലും പ്രൗഡാണ് നമ്മൾ പ്രൗഡല്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, എംപ്ലോയീസ് ആയിക്കോട്ടെ, അവർക്കൊക്കെ നമ്മളെ കാണുന്ന ഒരു സന്തോഷമാണ്. അതൊരു വേറെ തന്നെ ഒരു പ്ലഷറാണ്. ഇയാൾ അല്ലെങ്കിൽ ഈ കുട്ടി, അത് വുമൺ ഓർ മെൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ബോയ് ആവട്ടെ ഗേൾ ആവട്ടെ, അങ്ങനെയൊന്നും ഒരു താരതമ്യവും ഇല്ല. എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ അതിന് നമ്മൾ ആകെ 2 കാര്യങ്ങൾ, ഞാൻ ജസ്റ്റ് 2 പോയിന്റും കൂടി പറഞ്ഞു നിർത്താം. 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ, പക്ക നിശ്ചയദാർഢ്യം ഉണ്ടാവണം. ഞാൻ ഇന്ന സ്ഥലത്താണ് എത്തേണ്ടത്, ഞാൻ ഇന്നതാണ് അച്ചീവ് ചെയ്യേണ്ടത്. ഒരു ഗോൾ ഉണ്ടാവണം നമുക്ക്. ഇന്ന സ്ഥലത്തേക്കാണ് എത്തേണ്ടത്, അതിന് ഇന്നതാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയുള്ള റൂട്ട് മാപ്പ് നമ്മൾ തയ്യാറാക്കണം. പറ്റുമെങ്കിലല്ല, എഴുതണം. നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
അത് നമ്മളെ നോട്ട്ബുക്കിലോ ഒരു ഡയറിയിലോട്ട് നമ്മൾ എഴുതി വെക്കണം. ഇന്നതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന ടൈമിൽ 2030 ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാടൊന്നും ദൂരം വെക്കല്ലേടാ. ഞാൻ ഇന്നിപ്പോൾ രാവിലെ സംസാരിച്ച കൂട്ടത്തിൽ ഒരു പയ്യൻ പറഞ്ഞു 10 കൊല്ലത്തിന് ശേഷം. വളരെ അടുത്തുള്ള സമയം വയ്ക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ 6 മാസം വയ്ക്കുക. 6 മാസത്തിനുള്ളിൽ ഞാൻ നിലവിലെ സിറ്റുവേഷനിൽ നിന്ന് ഇപ്പുറത്തേക്ക് മാറും. ദെൻ 1 ഇയർ, ദെൻ 3 ഇയർ. അപ്പോൾ ആ നിലയ്ക്ക് വയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുക, ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇത് ഞാൻ അതിൽ സക്സസ് ആയതിൻ്റെ പേരിൽ പറയാൻ കേട്ടോ, ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. രണ്ടാമത്താണ് ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞ സാധനം, മാനിഫെസ്റ്റേഷൻ. എന്താ മാനിഫെസ്റ്റേഷൻ? വലിയ മാജിക് ഗിമിക്കൊന്നുമല്ല. ജസ്റ്റ് തിങ്ക്. ഇങ്ങനെ ഞാൻ അന്ന് ഇതേപോലെ ഇവർ ടെഡ്എക്സിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ വെറുതെ കണ്ണാടിൻ്റെ മുമ്പിൽ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്രയും പേര് മുന്നിരിക്കുന്ന പോലെ 2021 ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ അന്ന് ഞാൻ ഒന്നും ആയിട്ടില്ല, എവിടെ എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാനത് +1 +2 പഠിക്കുന്ന സമയമാണ്. എനിക്കിപ്പം കറക്റ്റ് ഞാൻ ജനുവരി 14 തീയതിയാണ് 23 വയസ്സായത്. സോ ഈ നിലയ്ക്ക് നോക്കുമ്പോഴത്തേക്കും സൂപ്പർ ഹാപ്പിയാണ് ഞാൻ. ആ മാനിഫെസ്റ്റേഷനാണ് എന്ത് ചെയ്തത്, അങ്ങനെ ചെയ്ത സാധനം ഞാൻ നടന്നു എന്നുള്ള സാധനം ചെയ്തപ്പോഴാണ് എനിക്ക് ഇന്ന് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റിയത്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ദേജാവ് അടിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴോ നിങ്ങളെ കണ്ട് സംസാരിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ. എൻ്റെ ആദ്യമായിട്ട് എൻ്റെ തൊണ്ടാകുന്ന ഒരു അംബാസഡർ കാറാണ്. അന്ന് അംബാസഡർ വാങ്ങുന്ന റീസൺ എന്ന് പറഞ്ഞാൽ കണക്ഷൻസ് ആണ് നമ്മളെ കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഈ കണക്ഷൻസിൽ അപ്പോൾ എനിക്ക് വലിയ ആൾക്കാരായിട്ട് കണക്ഷൻ വെക്കണം, എന്നാലാണ് എനിക്കും അതിനനുസരിച്ചുള്ള ബോണ്ട് കിട്ടുക. അപ്പോൾ എനിക്കന്ന് കാറ് വാങ്ങാനുള്ള, അതായത് ഒരു 1 ഇയർ ബാക്ക് കാറ് വാങ്ങാനുള്ള പൈസ ഒന്നും എന്തായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ നൈസായിട്ടൊരു അംബാസഡർ വാങ്ങി. എനിക്ക് തോന്നുന്നു 38,000 രൂപ എന്താ ആയിട്ടുള്ളൂ അംബാസഡർ കാർ വാങ്ങാൻ. ഒരു മറ്റേ നമ്മളെ CID മൂസേൻ്റെ കാർ പോലെ, ഉള്ളിൽ ഓട്ടയൊക്കെ ഉണ്ട്. സോ ഇതും കൊണ്ട് ഞാൻ സ്ഥലങ്ങളിൽ പോകും, പല പരിപാടികളിലൊക്കെ പോകും. അന്നേരം അവിടെ പോയിട്ട് ഞാൻ പറയും എനിക്ക് ഈ ആൻറ്റിക് പീസുകളാണ് താല്പര്യം. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല, മറ്റേ വണ്ടികളൊന്നും എടുത്തില്ല. അത് ബെൻസിൻ്റെ കൂടെ ഇട്ടാൽ അതിനെന്തുണ്ടാവും, ഒരു പവർ ഉണ്ടാവും. മാറ്റ് ബ്ലാക്ക് എനിക്ക് ആകെ 10,000, എനിക്ക് തോന്നുന്നു 8,000 സംതിങ് എന്തായിട്ടുള്ളൂ. ആ വണ്ടി ഫുൾ ബ്ലാക്ക് മാറ്റ് കളർ അടിക്കായിട്ടുള്ളൂ. അതും കൂടെ ആയപ്പോഴത്തേക്കും ക്ലാസ് ലുക്ക്. ഇതും കൊണ്ട് ഞാൻ എല്ലായിടത്തും പോകും. കാരണം ഡോർ തുറന്ന് ഉള്ളി കാണിച്ചു കൊടുക്കില്ല, കാരണം എന്താ, ഉള്ളു മൊത്തം പോയിട്ടാണുള്ളത്. സോ ഈ നിലയ്ക്ക് ഞാൻ പോയി സംസാരിച്ചു. ദെൻ ഇപ്പം ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ വണ്ടി വിൽക്കേണ്ടി വന്നു. ഒരു അർജൻറ്റ് സിറ്റുവേഷൻ വന്നപ്പോൾ ടൈം ഓഫ് ആയിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് പറഞ്ഞ് തീർക്കാം. പിന്നെ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് ആ വണ്ടി വിൽക്കേണ്ടി വന്ന്. ദെൻ ബാക്ക് ടു ബിസിനസ്, കുറേ കൂടിയൊക്കെ മെഹനത് കർക്കർ വർക്കൗട്ട് ചെയ്തു. ആൻഡ് നൗ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു 3 അംബാസഡർ ഉണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ഇപ്പോൾ അത് മാത്രം പോരാന്നുള്ള നിലയ്ക്ക് വേറൊരു BE6 വാങ്ങി, ഒരു ഫോർച്യൂണർ വാങ്ങി. ഇത് ഞാൻ എപ്പോഴും പറയുന്നു, ഞാൻ ഇത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. അതിൻ്റെ പേരിൽ പറയാണ്, ഇത് നിങ്ങളെ കൊണ്ടും അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് എന്ത് ചെയ്യണത്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. മാനിഫെസ്റ്റേഷൻ ചെയ്യാനും കൂടി നിങ്ങൾ ശ്രമിക്കുക, ഗോൾ വയ്ക്കുക. മാക്സിമം ആ മാനിഫെസ്റ്റേഷൻ ഞങ്ങളത് വാങ്ങി അച്ചീവ് ചെയ്തു എന്നുള്ളത്. ഞാൻ ഈ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ബിസിനസ് പാർക്ക് ഉണ്ട്, കോഴിക്കോടുള്ളവർക്ക് അറിയാം ബിസിനസ് പാർക്ക്. അപ്പോൾ ഒരു കയറ്റം കയറിയ മുകളിലോട്ട് പോവാം. സംഭവം ഞാൻ അംബാസഡറിലായിരിക്കും പോകണുണ്ടാവുക, മൈൻഡിൽ ഇന്ന കാറിലാണ്, ഞാൻ B6 ഞാൻ എന്ത് ചെയ്യണത്, വണ്ടി ഓടിച്ച് പോകുന്നത്. ഈ ഒരു മാനിഫെസ്റ്റേഷൻ, ഈ ഒരു സാധനം ഇങ്ങനെ ഒരു തിങ്ക് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് ഈസിലി അത് നമ്മളിലേക്ക് ഇങ്ങോട്ട് എന്ത് ചെയ്യും, ആകർഷിക്കും എന്നുള്ളതാണ്. ആൻഡ് എനിവേ താങ്ക്സ് എ ലോട്ട്. നിങ്ങൾ കേട്ട് നിന്നതിലും എനിക്കിവിടെ വരാൻ പറ്റിയതിലും എന്നെ കണക്ട് ചെയ്തതിലൊക്കെ ഒരുപാട് സന്തോഷം. യെസ്, ദാറ്റ്സ് ഇറ്റ്.